സുപ്രധാനമായിട്ടുള്ള പാകിസ്ഥാനി മീഡിയയുടെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ മൊസാദ് നെക്സസ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ മീഡിയ ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ മീഡിയ ഇൻ പാനിക് മൂഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്തകൾ ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളെല്ലാം തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ മീഡിയ ഇൻ പാനിക് മൂഡ്. പാകിസ്ഥാൻ മീഡിയയിലെ ആങ്കർ പറയുന്നത് a 25-member Israeli Mossad team is reportedly working with advanced tech in Kashmir along with India എന്നാണ്. 25 അംഗ മൊസാദ് ടീം ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം ഇന്ത്യയുടെ സൈന്യത്തോടൊപ്പം അവർ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ഉന്മേഷം തരുന്ന ഒരു വാർത്തയാണെങ്കിൽ പോലും പാകിസ്ഥാനിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു നെക്സസ്, ഇന്ത്യയും മൊസാദും തമ്മിലുള്ള ആ നെക്സസ് അത് എക്സ്പോസ് ആയിരിക്കുന്നു. ലോകരാജ്യങ്ങളെ നിങ്ങൾ ഇത് കാണുന്നില്ലേ, നിങ്ങൾ ഇതിൽ ഇടപെടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ മീഡിയ ഇപ്പോൾ നിലവിളിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. They have hatched a solid plan to wreak havoc. Iron Dome tech work is also underway എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മീഡിയയിൽ നിന്ന് പാകിസ്ഥാൻ മീഡിയ ആങ്കർമാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ആണവ പോർമുനകൾ വലിയ രീതിയിൽ വിന്യസിക്കുമ്പോൾ അയൺ ഡോം കൊണ്ടുവന്ന, അതായത് ഹമാസിനെ തളയ്ക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചിരുന്ന അതേ ആയുധം, അതേ വജ്രായുധം അയൺ ഡോം കൊണ്ടുവന്ന് ഇന്ത്യയുടെ കശ്മീർ അതിർത്തികളിൽ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനി മീഡിയകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഒരു സോളിഡ് പ്ലാൻ അവർ തയ്യാറാക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അരക്ഷിതാവസ്ഥ, അതായത് ലോക രാജ്യങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനാണ് ഇന്ത്യ ഇത് ചെയ്യുന്നത് എന്നാണ് പാകിസ്ഥാനി മീഡിയ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊരു സോളിഡ് പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ്. അതേസമയം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിവോക്സ് ഓൾ എക്സിസ്റ്റിംഗ് വിസ ഇഷ്യൂഡ് ടു പാകിസ്ഥാനി നാഷണൽസ് എക്സെപ്റ്റ് ലോങ് ടേം എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അതായത് പാകിസ്ഥാനി ഹിന്ദുക്കൾക്കുള്ള വിസ നിരോധനം ഇന്ത്യ ഗവൺമെന്റ് റിവോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത്. ന്യൂസ് ഇന്ത്യ മലയാളമാണ് ഈ വാർത്ത ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായി പുറത്തുവിട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് മിലിറ്ററി വിമാനങ്ങൾ, ഇസ്രായേലിന്റെ മിലിറ്ററി വിമാനങ്ങൾ ഇവിടേക്ക് പറന്നിറങ്ങുന്നു എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണ് ന്യൂസ് ഇന്ത്യ മലയാളം, ഞങ്ങൾ ഓൺലൈൻ മീഡിയ ഇന്ത്യയിലെ ഈ വാർത്ത നാഷണൽ ബ്രേക്കിംഗ് ആയി പുറത്തുവിട്ടത്. അതിനുശേഷം കേരളത്തിലെ പല മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായി സാധിച്ചു. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനി മീഡിയകൾ പറയുന്നത് 25 അംഗ മൊസാദ് ടീമാണ് ഇപ്പോൾ കശ്മീരിൽ എത്തിയിരിക്കുന്നത്. ഇവർ ഇന്ത്യയുമായി ചേർന്ന് ഒരു സോളിഡ് പ്ലാൻ തയ്യാറാക്കുകയാണ് പാകിസ്ഥാനെ സമ്പൂർണ്ണമായി നശിപ്പിക്കാനെന്ന് നമുക്ക് നേരത്തെ അറിയാം. പാകിസ്ഥാന്റെ കമാൻഡർ ആയിട്ടുള്ള അസീം മുനീർ ഹമാസിന്റെ വലിയ രീതിയിലുള്ള ഒരു അഭ്യുദയകാംക്ഷിയാണ്. പാക്-അധീന കശ്മീരിൽ ഇവർ യോഗം ചേർന്നിരുന്നു. ഹമാസ് ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ, ഇന്ത്യ അതിനുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു. കേരളത്തിലെ അടക്കം ഹമാസ് പ്രേമികളോടാണ് പറയുന്നത്, ഹമാസിന്റെ ഭീകരവാദികളുടെ തിടമ്പ് നിങ്ങൾ ആനപ്പുറത്തേറ്റുമ്പോഴെല്ലാം ഇന്ത്യയിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയവരുടെ പിന്നിൽ ഹമാസിന്റെ കൈകളുമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആഭ്യന്തര ശത്രുക്കളെ കൂടെ നമ്മുടെ രാജ്യം ഭയക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ രാജ്യം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇനി ഒരു തവണ കൂടെ ഹമാസ് എന്ന് ഉച്ചരിക്കാൻ ഇവിടെയുള്ള ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര ശത്രുക്കൾക്ക് യാതൊരുവിധ ധൈര്യവും വരാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഇന്ത്യ മൊസാദ് സംയുക്തമായിട്ടുള്ള വമ്പൻ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത് എന്നാണ് പാകിസ്ഥാനി മീഡിയ പറയുന്നത്. ഇന്ത്യ ഇസ്രായേൽ, ഇൻഡോ ഇസ്രായേൽ നെക്സസ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത പാകിസ്ഥാനി മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എന്തു പറഞ്ഞും പിടിച്ചു നിൽക്കാനുള്ള പാകിസ്ഥാന്റെ മറ്റൊരു തന്ത്രത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഇന്ത്യ മൊസാദ് എക്സ്പോസ്ഡ്, ഇൻഡോ ഇസ്രായേൽ നെക്സസ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ് ഇവർ ഈ വാർത്ത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.